അപ്പോൾ സ്റ്റിയറിങ്ങിൽ എങ്ങനെയാണ് കൈ പിടിക്കേണ്ടത് സിദ്ധാർത്ഥെ? 10-10. ഓക്കെ. അപ്പോൾ സ്റ്റിയറിങ്ങിനെ നമ്മൾ 3 രീതിയിൽ തിരിക്കും. ആദ്യത്തേത് കൈകൾ മാറ്റാതെ റൈറ്റിലോട്ട് തിരിക്കും. തിരിക്കും സിദ്ധാർത്ഥെ, എന്നെ നോക്കിക്കൊണ്ട് തിരിക്കും. മതി. ലെവൽ. ഓക്കെ. ലെഫ്റ്റ്. അടുത്ത സൈഡ്. ലെവൽ. സിദ്ധാർത്ഥ എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥ റൈറ്റ് പറഞ്ഞോളൂ, ലെഫ്റ്റ് പറഞ്ഞു. റൈറ്റ് ഏതാണ്? വലത്തെ കൈ വയ്ക്കാൻ. അങ്ങോട്ട് തിരിക്കാം. ഇനി കുഴപ്പമില്ല, അതങ്ങനെ തന്നെ. ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ലെഫ്റ്റും റൈറ്റും ഒക്കെ മാറിപ്പോകും കേട്ടോ. നമുക്കിത് ഏത് രാജ്യമാണെന്നും എന്താണെന്ന് പോലും പിടുത്തം കിട്ടില്ല. അതൊക്കെ റെഡിയായി വരാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ നമ്മൾ സമാധാനത്തോടെ ഇതുമായിട്ടൊക്കെ ട്യൂണായി വരുമ്പോൾ എല്ലാം ക്ലിയറാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റേജ് തിരിച്ചത് ശകലം തിരിച്ചു. ഒന്നുകൂടെ വലത്തോട്ട് തിരിച്ചാൽ കൈ മാറ്റാതെ. കറക്റ്റ്. ലെവൽ. ഓക്കെ. ലെഫ്റ്റ്. ലെവൽ. ഇപ്പോൾ എവിടെ തിരിച്ചാലും സ്റ്റിയറിംഗ് തിരിച്ചിരിക്കണം. ഇതാണ് അതിൻ്റെ മെയിൻ കേസ്. രണ്ടാമത്തെ കേസ്, സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ നമ്മൾ കൈകൾ മാത്രമേ തിരിയാൻ പാടുള്ളൂ, നമ്മളെ ബോഡി അനങ്ങരുത്. ഇനി അടുത്തത് ഒരു കൈ മാറ്റി തിരിക്കുകയാണ്. ഓക്കെ. ലെഫ്റ്റിലോട്ട് തിരിക്കും. തിരിച്ചോ. അപ്പോൾ ഒരു കൈ അങ്ങ് മാറ്റി വയ്ക്കും. എന്നിട്ട് ഒരു കൈ മാത്രം മതി. ഇനി ആ ഒരു കൈ കൊണ്ട് തന്നെ റിട്ടേൺ. യെസ്. എന്നിട്ട് മറ്റേ കൈ വീണ്ടും സ്റ്റിയറിംഗ് പിടിക്കും. കറക്റ്റ്. സ്റ്റിയറിംഗ് ലെവലായിരിക്കണം. അപ്പോൾ ചരിഞ്ഞു പോകും. കറക്റ്റ്. കൈകൾ ഉയർത്തി പിടിക്കും. എപ്പോഴും കൈകൾ ഉയർന്നിരിക്കണം, ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇപ്പുറ സൈഡിലോട്ട് തിരിക്കും. ഒരു കൈ മാറ്റി തിരിക്കും. മതി. ഒരു കൈ മാറ്റി അത് കഴിഞ്ഞ് പയ്യെ തിരിച്ച് വരട്ടെ. ഇതെല്ലാം ഓരോ വളവുകളാണ്. നമ്മൾ റോഡിൽ ഓടിക്കുമ്പോൾ സംഭവം പിടികിട്ടുക. അപ്പോൾ 2 രീതിയിൽ തിരിച്ചേ. ഒന്നുകൂടെ അങ്ങനെ തിരിച്ചാണ്. ഒരു കൈ മാറ്റി തിരിച്ചാണ് ഇപ്പുറ സൈഡിലോട്ട്. ഒരു കൈ മാറ്റിയോ. മതി. റിട്ടേൺ. ലെവലായി നിൽക്കണം. മതി. ഇങ്ങോട്ട് ഒരു കൈ മതി. ലെവൽ. ഇത്രയും. അപ്പോൾ എവിടെ തിരിച്ചാലും സ്റ്റിയറിങ്ങിനെ ലെവലാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യകാല പ്രാക്ടീസ്. ഇനി കൈകൾ മാറ്റി തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സിംഗിൾ തിരിച്ചു, പിന്നെ ഒരു കൈ മാറ്റി തിരിച്ചു. ഇനി നമ്മൾ ഫുൾ സർക്കിൾ തിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ പകുതി എത്തുമ്പോഴാണ് ഒരു കൈ മാറ്റേണ്ടതും അടുത്ത കൈ പകുതി പിടിക്കേണ്ടത്. ഓക്കെ. ഒരു സൈഡിലോട്ട് നിർത്താതെ വേഗത കുറച്ച് തിരിച്ചുകൊണ്ടിരിക്കുക. എന്നെ നോക്കിക്കൊണ്ടു തിരിക്കണം. വെരി ഗുഡ്. മിടുക്കൻ. ഇപ്പോൾ ടയറുകൾ രണ്ടും ഒരു സൈഡിലോട്ട് തിരിഞ്ഞു. ഇനി അതുപോലെ റിട്ടേൺ. എന്നെ നോക്കിക്കൊണ്ട് തിരിക്കുക. കറക്റ്റ്. അങ്ങനെ റിട്ടേൺ ചെയ്താൽ കറക്റ്റ് 2 റൗണ്ടിലായിട്ടേ കൊണ്ട് നിർത്താവും. ചില കുട്ടികൾ 1 റൗണ്ടിൽ കൊണ്ട് നിർത്തിക്കളയും. അവർ സ്റ്റിയറിങ്ങിനെ കുനിഞ്ഞു നോക്കും. പോയി. ഇപ്പുറത്തോട്ട് തിരിച്ചോ. ഫുള്ള് തിരിഞ്ഞു. റിട്ടേൺ. കറക്റ്റ്. കൈകൾ. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന പാഠം. ഇനി അതുപോലെ നമ്മൾ വേറൊരു ഡയറക്ഷനിലോട്ട് തിരിക്കും. ഒരു സൈഡിലോട്ട് തിരിക്കും. തിരിച്ചോ. ഫുള്ള് തിരിച്ചോ. തിരിച്ചിട്ട് ഇടത്തേ കൈ നമ്മൾ മാറ്റി വയ്ക്കണം. അത് ഫ്യൂച്ചറിൽ നമ്മൾ ഗിയർ ഇടാൻ വേണ്ടി ഉപയോഗിക്കണം. എന്നിട്ട് വലത്തേ കൈ വിരലുകൾ നൂത്ത് വയ്ക്കണം. സ്റ്റിയറിംഗിൽ ഒരു കൈ കൊണ്ട് തിരിച്ചിരിക്കാം. വലത്തേ കൈ സ്റ്റിയറിംഗ് സെൻറ്ററിൽ മുകളിൽ പിടി. അങ്ങനെ വച്ചിട്ട് ഒരു കൈ കൊണ്ട് റിട്ടേൺ. സ്പീഡ് കുറച്ച്. കറക്റ്റ്. അതിൽ സ്പീഡ് കൂടിപ്പോകും. ഒന്നുകൂടെ 2 കൈ കൊണ്ട് സ്റ്റിയറിംഗ് പിടിക്കും. ഓക്കെ. ഒരു സൈഡിലോട്ട് തിരിച്ചോ. ഓക്കെ. എന്നിട്ട് തിരിഞ്ഞ് കഴിഞ്ഞ് ഇടത്തേക്ക് മാറ്റി വയ്ക്കും. വലത്തേക്ക് സെൻറ്ററിലായിട്ട് ഉയർത്തി പിടിച്ചാണ്. സെൻറ്ററിൽ, സ്റ്റിയറിങ്ങിൻ്റെ സെൻറ്ററിൽ മധ്യഭാഗത്ത്. കൈ കുറച്ചുകൂടെ മുകളിലോട്ട് ഉയർത്തിയാണ്. കൈ കുറച്ചുകൂടെ മുകളിലോട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചാൽ കറക്റ്റ്. അങ്ങനെ നിവർത്തി വയ്ക്കണേ. നിവർത്തി വെച്ചുകൊണ്ട് സ്റ്റിയറിങ്ങിനെ പ്രസ് ചെയ്ത് സ്പീഡ് കുറച്ച് റിട്ടേൺ ചെയ്താണ് പറയണം. 1 റൗണ്ട് ആകുമ്പോൾ പറയണം. കറക്റ്റ്. 1. വെരി ഗുഡ്. ഒന്നുകൂടെ കറങ്ങി വരട്ടെ. കറക്റ്റ്. 2 റൗണ്ട്. ഓരോ കൈകളുടെ സ്റ്റിയറിംഗ് പിടിക്കും. ഇത്രയും. അപ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാത്ത കുട്ടികൾ ഇതുപോലെ ഇവിടെ ഇരുന്ന് ഈ വീഡിയോ നോക്കി ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അവർ അടിപൊളിയാവുന്നവരെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. അപ്പം ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ സിദ്ധാർത്ഥ ഒരിക്കലും ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ പറയും. ഓക്കെ. സിദ്ധാർത്ഥ, സ്റ്റിയറിംഗ് റൈറ്റിലോട്ട് തിരിച്ചോ. ഓക്കെ. റിട്ടേൺ ആകുമ്പോൾ കറക്റ്റ് 2 റൗണ്ട് തിരിഞ്ഞു. ടയറുകൾ നേരെയായി. പിടികിട്ടിയല്ലോ. ഇനി അതുപോലെ റൈറ്റിലോട്ട് തിരിയട്ട്. കറക്റ്റ്. സ്റ്റിയറിംഗ് റൈറ്റിലോട്ടായി. ഓക്കെ. റിട്ടേൺ. 2 റൗണ്ട് തിരിക്കും. വെരി ഗുഡ്. കറക്റ്റ്. ഇനി ലെഫ്റ്റ് സൈഡിലോട്ട് തിരിക്കും. ലെഫ്റ്റ്
തിരിച്ചോ, വെരി ഗുഡ്, മതി, റിട്ടേൺ, വെരി ഗുഡ്, കറക്റ്റ്. ഇനി രണ്ട് കൈ കൊണ്ടോ റൈറ്റ് തിരിയിട്ട് ടയറുകൾ റൈറ്റിലോട്ട് തിരിഞ്ഞത് കണ്ടോ. ഇനി അതുപോലെ റിട്ടേൺ, ലെവൽ, രണ്ട് കൈ കൊണ്ട് കറക്റ്റ്. ഇപ്പം നമ്മളെല്ലാം തിരിച്ചത് ഫുള്ള് തിരിച്ചിട്ട് 2 റൗണ്ട് തിരിച്ചതാണ്. ഇനി കുറച്ചേ തിരിക്കാവൂ, ഞാൻ പറയും. ലെഫ്റ്റിലോട്ട് തിരിച്ചോ, 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 അറയ്ക്കാതെ തിരിച്ചോ, 2 കൈ ഉണ്ട്, ശരി, 2 കൈ ഉണ്ട്, തിരിയടി, മതി, റിട്ടേൺ, കറക്റ്റ്. ഇപ്പം നമ്മൾ കണ്ട ഒരു റൗണ്ടേ തിരിച്ച് തിരിച്ചോളൂ. അപ്പോൾ ഇവിടെ നമുക്ക് 2ൻ്റെ കണക്കില്ല, കാരണം നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടീസായി. പിടിയില്ല, ഇടത്തോട്ട് തിരിക്കൂ, തിരിച്ചോ, തിരിച്ചോ, മതി, റിട്ടേൺ, കറക്റ്റ്, ഓക്കെ ആയി. വേണ്ട, റൈറ്റിലോട്ട് തിരിക്കൂ, തിരിച്ചോ, മതി, റിട്ടേൺ, കറക്റ്റ്, ഓക്കെ ആയി. ഇനി ലെഫ്റ്റിലോട്ട് തിരിക്കൂ, തിരിച്ചോ, 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 മതി, റിട്ടേൺ, കറക്റ്റ്. കൈകൾ ഉയർത്തി പിടിക്കുക, 10 മതി. ഇതാ. അപ്പോൾ എവിടെ നമ്മൾ തിരിച്ചാലും നമ്മൾ സ്റ്റിയറിങ്ങിനെ തിരിച്ചിരിക്കുക. ഇതാണ് സൂപ്പർ എക്സ്പീരിയൻസ്. ഇതൊരു മറ്റൊരു സ്ഥലത്തും ഇതൊന്നും അവൈലബിൾ അല്ല. ഇതെല്ലാം നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ അടിപൊളിയാവും, മിടുക്കനാവും.